ചാളക്ക് 300 അല്ല 500 രൂപ ആയാലും ഒരു പ്രശ്നമില്ല. കരിമീനെ വെല്ലുന്ന തിലാപ്പിയ മത്സ്യങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ ടാങ്കിൽ ഇതേപോലുള്ള മത്സ്യങ്ങൾ വളർത്തണമെങ്കിൽ മത്സ്യങ്ങൾക്ക് വില കൂടുക, മത്സ്യങ്ങൾ കിട്ടാതിരിക്കുക, എന്ത് വന്നാലും നമുക്ക് ഒരു മീൻ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വറക്കാനും കറി വെക്കാനുള്ളത് കിട്ടും. ഇത്രയും സിമ്പിളായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ മുറ്റത്ത് ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വക സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ ഇപ്പം എന്താ വില കണ്ടില്ലേ? നമ്മുടെ വെണ്ട, നമുക്ക് വെണ്ട പച്ചക്കറികളൊക്കെ ഇതേപോലെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചക്കറികൾക്ക് വില കൂടിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇത് പൊട്ടിക്കുക, കഴിക്കുക, മീനെ പിടിക്കുക, പൊരിക്കുക, വറുക്കുക, കഴിക്കുക, കറി വെക്കുക, കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മീനുകളൊക്കെ വില ഇങ്ങനെ താഴ്ത്തേക്ക് വരും, പച്ചക്കറികളൊക്കെ വില താഴ്ത്തേക്ക് വരും. അപ്പോൾ ഒരു പ്രശ്നമില്ല, സാധാരണക്കാരന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. വില കുറക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. നമുക്കൊരു മീനെന്ന് പിടിച്ചിട്ട് കറി വെക്കാം. കണ്ടോ, ഇത് 8 ഇഞ്ചുള്ളൂ, ആകെ 8 ഇഞ്ച് ഡെപ്തുള്ളൂ ഈ ടാങ്ക്. ഇതിൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം, അതിന് വഴുക്കലോ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് മീനെ പിടിക്കാനും വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഓരോ മീനെ പിടിച്ചിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ തീറ്റ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ അടുക്കള മാലിന്യ സംസ്കരണത്തോടെ ലഭിക്കുന്ന ഈ BSF ലാർവകളുണ്ടല്ലോ, ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഈ ലാർവകൾ കൊടുത്ത് വളർത്തണമെങ്കിൽ നമുക്ക് ചിലവ് വളരെയധികം കുറക്കാൻ സാധിക്കും, തീറ്റ ചിലവ് കുറക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ ഇങ്ങനെയുള്ള BSF ലാർവകളെ പ്രയോജനപ്പെടുത്തി നമുക്ക് മത്സ്യങ്ങളെ വളർത്താം. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ മത്സ്യങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും.